അരിയുണ്ട കാണുമ്പോൾ നിങ്ങൾക്കെല്ലാം എന്താ ഓർമ്മ വരുന്നത്? എനിക്ക് ഓർമ്മ വരുന്നത് എന്താന്ന് വെച്ചാല് അരിയുണ്ട പണ്ടൊക്കെ ഉരലിലെല്ലാം ഇടിക്കുക. അപ്പൊ ഒന്ന് ഇടിക്കാൻ വേണ്ടിയിട്ട് ആ ഒലക്ക കിട്ടാൻ ആഗ്രഹിച്ച ഒരു കുട്ടിക്കാലല്ലേ? അതാണ് ഈ ഉണ്ട കാണുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്. ഓർമ്മകൾ ഒരുപാടുണ്ട്, വഴിയെ പറയാം. അപ്പൊ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അപ്പൊ നമ്മുടെ എല്ലാവരെയും ഫേവറേറ്റ് നൊസ്റ്റാൾജിക് ഐറ്റം ഉണ്ടാക്കാനായിട്ട് 2 കപ്പ് പൊന്നിയരി എടുത്തിട്ടുണ്ട്. പൊന്നിയരി തന്നെ വേണമെന്നില്ല, മട്ടരി ആയാലും റേഷൻ അരി ആയാലും ഒന്നും ഒരു കുഴപ്പമില്ല. ഇഷ്ടമുള്ളത് ഏതാന്ന് വെച്ചാൽ അതെടുക്കാം. ഇനി അരി 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പയിലിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റിയെടുക്കണം. എന്നതിന് ശേഷം ഒരടി കട്ടിയുള്ള പാത്രത്തിലിട്ടിട്ട് നമുക്ക് ഈ അരി ഒന്ന് വറുത്തെടുക്കാം. കരിഞ്ഞ അരി കൊണ്ട് തിന്നുണ്ടെങ്കിൽ അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം, അത് നിർബന്ധം. ഞാൻ വലിയൊരു മണ്ടത്തരം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്ത് മണ്ടത്തരാ ചെയ്തേന്ന്. ഞാൻ ഈ മണ്ടത്തരം എൻ്റെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന കണ്ടിട്ട് എൻ്റെ അമ്മമ്മ വേഗം ഓടി വന്നിട്ട് പറഞ്ഞു, നീ ഇത്ര അരി ഒന്നിച്ചിട്ടിട്ടാണോ വറക്കുന്നത്? ഇങ്ങനെ എല്ലാ അരിയും കൂടെ ഒന്നിച്ചിട്ട് വറുത്താലേ എല്ലാം ഒരേപോലെ മുരിഞ്ഞു കിട്ടൂല, കുറേശ്ശെ കുറേശ്ശെ ഇട്ട് വറക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മമ്മ തന്നെ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് എനിക്കിതുപോലെ വറുത്ത് തന്നിട്ടുണ്ട്. സംഭവം എനിക്കും അറിയാം, ഒന്നിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കുറേശ്ശെ കുറേശ്ശെ ചെയ്യുമ്പോഴാ പെട്ടെന്ന് കഴിയുക അല്ലെങ്കിൽ നന്നാവുക എന്നൊക്കെ. പക്ഷെങ്കിൽ മടി എന്നെ അതിന് സമ്മതിച്ചിട്ടില്ല. എന്നെ പോലെ മടിയന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്നിച്ചിട്ട് വറക്കാൻ നിൽക്കണ്ട. എൻ്റെ അമ്മമ്മയൊക്കെ ചെയ്ത പോലെ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇതാ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ ഇട്ട് കൊടുക്കാം. ഏലക്കായ ഇടുമ്പോൾ തോല് പോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി, തോലോടുകൂടെ ഇട്ട് കൊടുക്കണ്ട, അതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ ഈ അരിയെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. നല്ല പൗഡർ പോലെ പൊടിച്ചെടുക്കുക എന്നൊക്കെ പറയൂലേ, അതുപോലെ തന്നെ പൊടിച്ചെടുക്കണം. തരിതരിങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. പൗഡർ എന്ന് പറഞ്ഞാൽ പൗഡർ തന്നെ ആയിരിക്കണം. പിന്നെ നേരത്തെ കാണിച്ച പോലെ മണ്ടത്തരമൊന്നും കാണിക്കരുത്. മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാം കൂടെ ഒന്നിച്ചിടാനൊന്നും പറ്റൂല, കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഈ കാണുന്ന പോലെ നല്ല പൗഡർ പോലെ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതവിടെ നിൽക്കട്ടെ. ഇനി മക്കിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വേണം. ഇതിപ്പോൾ 4 വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ നാട്ടിലെ ശർക്കര, എൻ്റെ നാട്ടിൽ വെള്ളമാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. പിന്നെ അധികം മധുരം വേണ്ടെങ്കിൽ ഒരു 3 വെള്ളമൊക്കെ എടുത്താൽ മതി. ഇതിപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ ഉരുക്കി അരിച്ചെടുത്ത് വെച്ചാണേ. വെള്ളമായി, അരിപ്പൊടിയായി. ഇനിയിപ്പോൾ വേണ്ടത് തേങ്ങ. തേങ്ങ ചിരകിയത്. ഇതിപ്പോൾ 3 കപ്പ് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഉണ്ടേനെ പറ്റി 2 വാക്ക് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും, 2 വാക്കിൽ ഒതുങ്ങൂല. അപ്പോൾ വേറൊരു കാര്യം പറയാം, ഈ ഉണ്ട നമുക്ക് ഒരുപാട് രീതിയിൽ ഉണ്ടാക്കാം. ഞാൻ പലപ്പോഴും തോന്നുന്ന രീതിക്ക് ഉണ്ട ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ തേങ്ങ കുറച്ച് കുറച്ചായിട്ട് മിക്സീൻ്റെ ജാറിൽ ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറേശ്ശെ വെള്ളവും കൂടെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കും. എന്നിട്ട് ഈ അടിച്ചെടുത്തത് അരിപ്പൊടിയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇപ്പല്ലേ മിക്സിയിലെല്ലാം ഉണ്ട ഉണ്ടാക്കാൻ തുടങ്ങിയ, പണ്ടല്ലോ എല്ലാവരും ഉരലിലല്ലേ ഉണ്ടാക്കുക. എൻ്റെ വീട്ടിലെല്ലാം എങ്ങനെയാണെന്ന് വെച്ചാൽ, അരി ഇതുപോലെ പൊടിച്ചിട്ട് വെല്ലവും തേങ്ങയും കൂടെ ഉരലിലിട്ട് നല്ലപോലെ ഇടിക്കും. എന്നിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് സെറ്റായി വന്നാൽ അതിലേക്ക് പൊടി ഇട്ടിട്ട് ഇടിച്ചു കൊടുക്കും. അന്നെല്ലാം ഒലക്ക കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്ന് വെച്ചാൽ പറഞ്ഞു തരാൻ പറ്റൂല. ഒലക്കയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുമെന്ന് ചോദിച്ചാൽ ചെറുപ്പത്തിലല്ലോ ഒരലിൽ ഒലക്ക വെച്ച് ഇടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവമായിരുന്നു. ഇപ്പൊ പിന്നെ ഒരലും വേണ്ട ഒലക്കയും വേണ്ട, എല്ലാം മിക്സിയിലായി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അതുപോലെ തേങ്ങയിൽ വെള്ളം ഉരുക്കിയതും കൂടെ ഒഴിച്ചിട്ട് അടിച്ചു കൊടുത്തിട്ട് ഇട്ടതാണ് ഇതെല്ലാം. ബാക്കിയുള്ള വെള്ളം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ കുഴച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ വെള്ളം വേണമെങ്കിൽ ഇതുപോലെ ഉരുക്കാണ്ട് പൊടിച്ചിട്ടും നമുക്ക് മിക്സി ഇട്ടിട്ട് തേങ്ങേൻ്റെ കൂടെ ഇട്ടിട്ട് അടിച്ചെടുക്കാം. പക്ഷെ അങ്ങനെ ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇപ്പം എല്ലാം വെള്ളത്തിൽ നല്ലപോലെ അഴുക്കുണ്ടാവും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഉരുക്കിയിട്ട് അരിച്ചെടുക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ അതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അഴുക്കൊന്നും ഇല്ലാത്ത വെള്ളമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ മറ്റേ തന്നെ ഉരുക്കാണ്ട് ഉണ്ടാക്കാം. അപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഓരോന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഈ ഉരുട്ടിയെടുക്കുന്നതെന്ന് വെച്ചാൽ അതൊരു കലയാണ്. അത് കലാവാസനയുള്ളവർക്കേ പറ്റൂ. എനിക്ക് കലാവാസന കുറച്ച് കുറവായതുകൊണ്ടും മടി കുറച്ച് കൂടുതലായതുകൊണ്ടും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരൊറ്റെണ്ണം മാത്രം ഉരുട്ടിയെടുത്തിട്ട് ബാക്കിയെല്ലാം ഞാൻ എൻ്റെ പോരാളിനെ കൊണ്ട് ഉരുട്ടിയെടുപ്പിച്ചതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇങ്ങനെയാണോ ഉണ്ട ഉണ്ടാക്കുന്നതെന്നൊന്ന് പറയണേ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.